പിങ്കി അമ്മയ്ക്ക് ഒട്ടും വയ്യ മക്കളെ, ഒന്നും ഉണ്ടാക്കില്ല. നമുക്ക് അക്കരെ അമ്പലത്തിൽ പോയി അയ്യപ്പങ്കഞ്ഞി വാങ്ങിട്ട് വരാം. വാ പോയിട്ട് വരാം. എന്നച്ഛ അയ്യപ്പനെ കാണാൻ പോണ? അച്ഛൻ ഒരാഴ്ചത്തെ പണിയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അയ്യപ്പനെ കാണാൻ പോവാം. മക്കളെ പെട്ടെന്ന് വാ, അവിടെ കഞ്ഞി വിത്ത് തുടങ്ങി. നമ്മൾ പോകുമ്പോ അമ്മയുടെ അസുഖം പെട്ടെന്ന് കുറയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കേ. മാമ ഇപ്പൊ പോണേയുള്ളോ? കുടിച്ചായിരുന്നോ? ഓ കഴിച്ചായിരുന്നു. അവിടെ കഞ്ഞി തീർന്നാണ് തോന്നുന്നത്. അല്ലേ പാവൂടാ, മോളെയും കൊണ്ടാണ് പോണത്. കിട്ടുമെന്ന്. അയ്യോ നോക്കി നടക്കണ്ടേ മോളെ, കൈ മുറിഞ്ഞല്ലോ. പോട്ടെ, നമുക്ക് കരയണ്ട. വാ അച്ഛൻ വീട്ടിൽ പോയിട്ട് മരുന്ന് വെച്ച് കിട്ടി തരാം കേട്ടാ. ആ ഉണ്ണി അമ്പലത്തിൽ പോയതാ. ആഹാ, മാളികപ്പുറം കഞ്ഞി വാങ്ങാൻ പോവാ. അയ്യോ കൈക്കെന്ത് പറ്റി? പെട്ടെന്ന് പൊറുക്കുവേ. എന്നാ അയ്യപ്പനെ കാണാൻ പോകുന്നേ? അടുത്ത ആഴ്ചത്തെ കുറച്ച് ദിവസത്തെ പണിയും കൂടെ ഉണ്ട്. അപ്പൊ അതുകൂടി കഴിഞ്ഞിട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉണ്ണി കഞ്ഞി വാങ്ങിച്ചായിരുന്നോ? ആ ഞാൻ വാങ്ങിയായിരുന്നു കഞ്ഞി. അയ്യോ അമ്പലത്തിൽ കഞ്ഞി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മോളെ വിഷമിക്കണ്ടേ, മാളികപ്പുറം ഇത് കൊണ്ടുപോകും കേട്ടോ. അയ്യോ അപ്പൊ ഉണ്ണിക്കോ? ഞാനവിടെ അമ്പലത്തിൽ നേദിക്കാൻ വെച്ചിരിക്കുന്ന എടുത്തോളാം. അപ്പൊ ശരി, എന്നാ പോട്ടെ. ശരി എന്നാ പോട്ടെ. പിങ്കി കഞ്ഞി കിട്ടിയായിരുന്നാ? മോൻ പറഞ്ഞതാ കഞ്ഞി തീർന്നു പോയെന്ന്. ഓ കിട്ടിയാമി. ഇവിടുത്തെ ഉണ്ണി വാങ്ങി വെച്ചിരുന്ന കഞ്ഞി അവൻ തന്നായിരുന്നു. അതിന് ഉണ്ണി എങ്ങും പോയില്ലല്ലോ. അച്ഛാ ഉണ്ണിയമ്മനല്ലേ നമുക്ക് കഞ്ഞി എന്നാ? ഉണ്ണിയായിരുന്നു കഞ്ഞി തന്നത്. എന്നിട്ട് അവൻ തിരിച്ച് അമ്പലത്തിലേക്ക് പോവുകയും ചെയ്തല്ലോ. അതിന് ഉണ്ണി എങ്ങും പോയില്ല, അവ ഇവിടെ ഉണ്ടല്ലോ. ഉണ്ണി എന്താ ചേച്ചി? ആ പിങ്കി, നീ എന്നാ മലയ്ക്ക് പോകുന്നേ? അച്ഛ എന്റെ കയ്യില് മുറിവ് പോയി. അതെങ്ങനെ മക്കളെ? അപ്പൊ അത് ആരച്ഛ? മറ്റാരും അല്ല മക്കളെ, സാക്ഷാൽ അയ്യപ്പ സ്വാമി. സ്വാമിയേ